ഹായ് ഓൾ. SBI POയുടെ എക്സാം നമുക്ക് വിത്തിൻ 5 months തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ ഒരു ന്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5 മാസത്തിനുള്ളിൽ വെച്ച് നമുക്ക് SBI POയുടെ എക്സാം പ്രതീക്ഷിക്കാമെന്നും അതുപോലെ തന്നെ ഓഫീസർ കാഡറെ അനുസരിച്ചിട്ട് നമുക്ക് ഏകദേശം 3500ഓളം ഓഫീസേഴ്സിനെ അവർ നിയമിക്കാൻ പോകുന്നു എന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു ഷോർട്ട് നോട്ടീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ SBI PO എന്തുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് SBI PO എന്ന് പറയുന്നത്? നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രൊബേഷണറി ഓഫീസർ, ഒരു ഓഫീസർ പോസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ SBI PO എന്തുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യണം? ഒരു കാര്യം നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ട് വരുന്ന ഒരു പോസ്റ്റാണ് ഈ പറയുന്ന ഓഫീസർ പോസ്റ്റ്, അതും SBI PO പോസ്റ്റ്. കൂടാണ്ട് പിന്നെ നമ്മൾ അതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അതിൻ്റെ സാലറി പാക്കേജസ് ആണ്. അപ്പോൾ ഈ സാലറി എത്രയാണെന്നുള്ളത് അറിയോ? സാലറി നമുക്ക് ബാക്കിയുള്ള ഇപ്പോൾ ബാങ്കിങ്ങിൽ IBPS ആയിരുന്നാലും IBPS RRB ആയിരുന്നാലും ആ ഒരു ഓഫീസർ പോസ്റ്റിലെ സാലറിയെക്കാട്ടിലും SBI POയുടെ സാലറി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ് SBI POയുടെ സാലറി എന്നും അതുപോലെ തന്നെ എന്തൊക്കെ അലവൻസുകളും അഡീഷണൽ അലവൻസും കാര്യങ്ങളും എന്തൊക്കെയാണ് SBI പ്രൊവൈഡ് ചെയ്യുന്നതെന്നും നമുക്ക് ഇന്ന് ഈ ഒരു സെഷനിൽ നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം, അതായത് കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷനകത്ത് നമുക്ക് ഈ എമോൾമെൻറ്റ്സ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയാണെന്നുള്ളത്. അത് ഓരോ നോട്ടിഫിക്കേഷനകത്തും എത്രയാണ് ആ ഒരു ഇയറിൽ വരുന്ന ആ ഒരു, അല്ലെങ്കിൽ ആ ഒരു ഇതിൽ വരുന്ന സാലറി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞിരിക്കും. അപ്പോൾ അതിൽ പറയുന്നത് സ്റ്റാർട്ടിംഗ് ബേസിക് പേ തന്നെ നമുക്ക് 48,480 രൂപയാണ്. അപ്പോൾ 48,480 ആണ് ബേസിക് പേ. പ്ലസ് 4 അഡ്വാൻസ് ഇൻക്രിമെൻറ്റ്സ് ഉണ്ട്. അതായത് ഇത് നമുക്ക് ബേസിക് പേ ആണ്, അതിനോടൊപ്പം തന്നെ 4 അഡ്വാൻസ് ഇൻക്രിമെൻറ്റും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അഡ്വാൻസ് ഇൻക്രിമെൻറ്റ് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. ഇവിടെ നോക്കിക്കുക, 48,480 ടു 85,920 ആണ് ആ ഒരു സ്കെയിൽ അവർ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെ അലവൻസുകളാണ് ഇവിടെ നമുക്ക് ഗവൺമെൻറ് അല്ലെങ്കിൽ SBI നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സാധാരണ നമ്മുടെ ഗവൺമെൻറ് എക്സാം തന്നെയാണിത്. അപ്പോൾ സാധാരണ നമുക്ക് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ അലവൻസും കാര്യങ്ങളും ഇതിനകത്തും ഉണ്ട്. അതായത് DA ഉണ്ട്, HRA ഉണ്ട്, CCA ഉണ്ട്, PF ഉണ്ട്, കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഫണ്ട് ഉണ്ട്, അതായത് NPS, LFC, മെഡിക്കൽ ഫെസിലിറ്റി, ലീസ് റെൻറ്റ് ഫെസിലിറ്റി എക്സെട്ര. പിന്നെ നമുക്ക് വേറെ അഡീഷണൽ വരുന്ന സ്പെഷ്യൽ അലവൻസും കാര്യങ്ങളും, അതും SBI പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യൽ അലവൻസും കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പം എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഇതിൽ ഒരു അപ്രോക്സിമേറ്റ്ലി മുംബൈയിൽ പോസ്റ്റിംഗ് ആവുന്ന ഒരാളുടെ, അല്ലെങ്കിൽ മുംബൈയിൽ സെൻറ്റർ വരുന്ന ഒരാളുടെ CTC ആണ് പറയുന്നത്. അപ്രോക്സിമേറ്റ് എത്രയാണ് ഒരു വർഷത്തെ ആ പോസ്റ്റിംഗ് ആവുന്ന ഓഫീസറുടെ സാലറി എന്ന് പറയുന്നത്. ഒരു വർഷത്തേക്കുള്ളതാണ് 20 lakhs, അതായത് 20.43 lakhs ആണ് അവിടെ മുംബൈയിൽ പ്ലേസ്ഡ് ആവുന്ന ഒരു ഓഫീസറിൻ്റെ. അപ്പോൾ ഓരോ പ്ലേസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടുത്തെ സാലറിയും കാര്യങ്ങളൊക്കെ. അത് സാലറി നമുക്ക് ബേസിക് പേ ഒരുപോലെ തന്നെയായിരിക്കും. അതിൽ നമുക്ക് ഈ അലവൻസിൽ വരുന്ന വ്യത്യാസങ്ങൾ, DAയും നമുക്ക് സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ബാക്കി വരുന്ന അലവൻസിലും കാര്യങ്ങളൊക്കെ വരുന്ന വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതിൽ മുംബൈ സെൻറ്റർ ആണ് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 20 lakhs എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സാലറി സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ബേസിക് പേ എന്ന് പറയുന്നത് നമുക്ക് 48,480 ഞാൻ പറഞ്ഞു, പ്ലസ് അഡ്വാൻസ് ഇൻക്രിമെൻറ്റ്സ് ഉണ്ട്. അതായത് ഏകദേശം 56,480. ഓക്കെ, അതാണ് ബേസിക് പേ വരിക. സ്പെഷ്യൽ അലവൻസ് വരുന്നുണ്ട് 14,967 രൂപ സ്പെഷ്യൽ അലവൻസ് വരുന്നുണ്ട്. ഹൗസ് റെൻറ്റ് അലവൻസ് ആണെങ്കിൽ 4,518.40. ഇതാണ് നമുക്കവിടെ HRAയിൽ വരുന്നത്. നെക്സ്റ്റ് DRNS അലവൻസ് ആണെങ്കിൽ 15,327.01 ആണ് DRNS അലവൻസ്. നെക്സ്റ്റ് ലൊക്കേഷൻ അലവൻസ് വരും 1,200 രൂപ ലൊക്കേഷൻ അലവൻസ്. ലേണിംഗ് അലവൻസ് ഉണ്ട് 850 രൂപ. അതായത് ഗ്രോസ് സാലറി വരുന്ന നിയർലി 1 lakh ആണ്. അതായത് 93,000
342 ആണ് നമുക്ക് നിയർലി വരുന്നത്, അതായത് നമ്മുടെ ഗ്രോസ് സാലറി വരുമ്പം. ഇനി നമ്മുടെ ഇൻഹാൻഡ് സാലറി നമുക്കുണ്ട്, ഡിഡക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്ന സാലറി ഉണ്ട്. അപ്പം ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് PF, അതുപോലെ ടാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ പ്രൊഫഷണൽ ടാക്സ്, പെൻഷൻ, ഇതൊക്കെ നമുക്ക് ഡിഡക്റ്റ് ചെയ്തിട്ട് അത് ഏകദേശം 12,993 രൂപയാണ് ഡിഡക്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാലറി, നമ്മുടെ നെറ്റ് സാലറിയാണ് 80,350. അതായത് ഇപ്പോൾ ഒരു PO ആയിട്ട് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു എംപ്ലോയിയുടെ കയ്യിൽ കിട്ടുന്ന എമൗണ്ട് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിയർലി നമ്മുടെ 1 lakh തന്നെയാണ് SBIയുടെ സാലറി, POയുടെ സാലറി വരിക. ഓക്കെ, ഇനി ഇതിൽ ഓരോ ഡിഡക്ഷൻസും ഓരോ ഇൻക്രിമെൻസും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ആദ്യത്തെ 4 ഇൻക്രിമെൻറ്റിൽ വരുന്ന ബേസിക് പേ എന്ന് പറയുന്നത് 48,480 ആണ്. അപ്പോൾ ആദ്യത്തെ ഇൻക്രിമെൻറ്റിൽ, അതായത് ആദ്യത്തെ ഇൻക്രിമെൻറ്റ് വരുന്നത് ആദ്യത്തെ 7 വർഷത്തിനുള്ളിൽ വെച്ചിട്ടാണ്. ഫസ്റ്റ് 7 ഇയേഴ്സിലാണ് ആദ്യത്തെ ഇൻക്രിമെൻറ്റ് വരിക. ഓക്കെ, അതെല്ലാം നമുക്ക് വരുമ്പോൾ 2,000 രൂപ കൂടും. അപ്പോൾ നമുക്ക് 62,480 രൂപയാണ് വരുന്നത്. നെക്സ്റ്റ് 2 ഇയേഴ്സ്, അത് കഴിഞ്ഞ് പിന്നെ 2 വർഷം കഴിയുമ്പോൾ വരുന്നതാണ് ഈ 2,340 രൂപ ഇൻക്രിമെൻറ്റ് വരും. അപ്പോൾ 67,160 രൂപയാണ് അവിടുത്തെ ബേസിക് സാലറി വരുമ്പോൾ. അടുത്തൊരു 7 വർഷം കഴിയുമ്പോഴേക്കും 2,280 രൂപയാണ് അവിടുത്തെ ഇൻക്രിമെൻറ്റ് വരിക. അപ്പോൾ 85,920. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇതിൽ നിന്നും ഇത് കൂട്ടിയപ്പോൾ അങ്ങനെയല്ല അവിടെ വരിക. അവിടെ പിന്നെ നമുക്ക് സ്പെഷ്യൽ അലവൻസും കാര്യങ്ങളും എല്ലാം ചേർത്തിട്ടുള്ളതാണ് ഈ പറയുന്ന 85,920 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഇയർ വൈസ് ഇൻക്രിമെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. നെക്സ്റ്റ് സാലറി ഡിഡക്ഷൻസ് ആണ്. എവിടേക്കാണ് പിടിക്കുന്നത് എന്നുള്ളത് നമുക്കറിയണ്ടേ. ആദ്യം എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻ ആണ്. അത് 5,648 രൂപയാണ് PFന് വേണ്ടിയിട്ട് പിടിക്കാം. നെക്സ്റ്റ് പ്രൊഫഷണൽ ടാക്സ് 200 രൂപ കട്ട് ചെയ്യുന്നുണ്ട്. കോൺട്രിബ്യൂഷൻ പെൻഷൻ ഫണ്ട് 6,845 രൂപ കട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് യൂണിയൻ അസോസിയേഷൻ മെമ്പർഷിപ്പ്, ഇതൊക്കെ നമ്മൾ ഓരോ ബാങ്കിൽ കയറുന്ന സമയത്ത് അവിടുത്തെ അസോസിയേഷനായിട്ടുള്ള മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് നമുക്ക് 300 rupees അവിടെ കട്ട് ചെയ്യുന്നത്. അങ്ങനെ ടോട്ടൽ ഡിഡക്ഷൻ എന്ന് പറയുന്നത് 12,993 ആണ് ടോട്ടൽ ഡിഡക്ഷൻ വരിക. ഓക്കെ, നെക്സ്റ്റ് അലവൻസസ് ആണ്. അലവൻസസ് എങ്ങനെയാണ് വരുന്നത് നോക്കിക്കേ. ആദ്യം ഡിയർനെസ് അലവൻസ്. ഡിയർനെസ് അലവൻസ് എന്ന് പറയുമ്പോൾ ബേസിക് പേയുടെ 19.83% ആണ് ഡിയർനെസ് അലവൻസ് വരിക. നെക്സ്റ്റ് സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് വരുന്നുണ്ട്. അത് നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചിട്ടാണ്, ഒരു 3 to 4% ആണ്. അപ്പം ഡിപ്പെൻഡിങ് ഓൺ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് അവിടെ ആ ഒരു സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് വരിക. നെക്സ്റ്റ് ഹൗസ് റെന്റ് അലവൻസും നമ്മുടെ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് അനുസരിച്ചിട്ടാണ്. അത് 7 to 9% ആണ് അവിടുത്തെ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നത് HRAക്ക്. നെക്സ്റ്റ് ഫർണിച്ചർ അലവൻസ് ഉണ്ട്. 1,20,000 രൂപ ഫർണിച്ചർ അലവൻസ് വരുന്നുണ്ട്. നെക്സ്റ്റ് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്. അത് എംപ്ലോയീസിന് ഫുള്ളി കവേർഡ് ആവും, അതായത് 100% കവേർഡ് ആവും. ഡിപ്പെൻഡൻറ്റ് ഫാമിലി മെമ്പേഴ്സിനാണെങ്കിൽ 75% അവിടെ കവേർഡ് ആവുന്നതാണ്. അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് കാര്യങ്ങളുണ്ട്. നെക്സ്റ്റ് ട്രാവലിംഗ് അലവൻസ് ആണ്. അത് നമുക്കിവിടെ പറയുന്നത് ഒഫീഷ്യൽ ട്രാവൽസ് ആണ് പറയുന്നത്. ഒഫീഷ്യൽ ട്രാവൽസിൽ AC 2 ടയർ ഫെയർ നമുക്ക് റീഇംബേഴ്സ്മെൻറ്റ് ചെയ്ത് കിട്ടും എന്നുള്ള കാര്യം ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതാണ് ട്രാവലിംഗ് അലവൻസ് വരുമ്പോൾ. നെക്സ്റ്റിന് പെട്രോൾ അലവൻസ് ആണ്. അത് 1,100 to 1,250 ആണത്. നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ അതെല്ലാം നമുക്ക് അതിനനുസരിച്ച് നമുക്ക് എഴുതിയെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ന്യൂസ് പേപ്പർ അലവൻസ്, എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, ബുക്ക് അലവൻസ് എക്സെട്ര. അത് ഓരോ കാഡ്ര അനുസരിച്ചിട്ട് വാരി ചെയ്യും. ഓക്കെ, ഓരോ ഇതനുസരിച്ചിട്ട് നമുക്ക് എന്താണ് ആ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ അവിടെ വേരി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന അലവൻസസ്. ഇനി നെക്സ്റ്റ് പേർക്സ് ആണ്. അതായത് സ്പെഷ്യലായിട്ട് വരുന്ന എന്തെങ്കിലും പേർക്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. അതിൽ ആദ്യം കോൺട്രിബ്യൂഷൻ പെൻഷൻ സ്കീം അല്ലെങ്കിൽ ന്യൂ പെൻഷൻ സ്കീം, ഒന്നുകിൽ NPS അല്ലെങ്കിൽ നമുക്ക് പറയാം CPS എന്ന് പറയാം അല്ലേ. അപ്പം അത് നമുക്ക് സ്പെഷ്യലി വരുന്നൊരു സംഭവമാണ്. നെക്സ്റ്റ് LTC എന്ന് പറയുമ്പോഴത്തേക്കും ലീവ് ട്രാവൽ കൺസെഷൻ ആണ് LTC. അപ്പോൾ അതും നമുക്ക് അവിടെ വരുന്നുണ്ട്. ഹോം ട്രാവൽ കൺസെഷൻ അല്ലെങ്കിൽ ലീവ് ഫെയർ കൺസെഷനും കാര്യങ്ങളും ഉണ്ട്. നെക്സ്റ്റ് വരുമ്പോൾ കൺസെഷണൽ ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ ഹൗസിംഗ്, കാർ, പേഴ്സണൽ ലോൺസ്. അപ്പം നമ്മുടെ ബാങ്കിൽ നിന്ന് തന്നെ നമ്മളൊരു PO ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബാങ്കിൽ നിന്ന് ലോൺ, ഇപ്പോൾ ഹൗസിങ്ങിന് വേണ്ടിയിട്ടോ കാർ എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പേഴ്സണൽ ലോൺസിന് വേണ്ടിയിട്ടോ നമ്മൾ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്പെഷ്യൽ കൺസെഷൻ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. നമുക്ക് സാധാരണ കസ്റ്റമറിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റിലായിരിക്കില്ല, വളരെ കുറവ് ഇൻട്രസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോൺസും കാര്യങ്ങളൊക്കെ അക്വയർ ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്ക് നോക്കുമ്പോൾ എന്താ പറയുക, ഒരു നമ്മുടെ കയ്യിൽ വരുന്ന നെറ്റ് സാലറി എത്രയാണെന്ന് നോക്കുക.
നമുക്ക് എന്തൊക്കെയാണ് അതിൽ വരുന്ന സ്പെഷ്യലി വരുന്ന കാര്യങ്ങൾ. നമ്മളൊരു സ്ഥലത്ത് താമസിച്ച് അവിടുത്തെ ഫർണിച്ചർ അലവൻസ് തൊട്ട് അവിടുത്തെ ന്യൂസ് പേപ്പർ, എൻ്റർടൈൻമെൻറ്റ്, അങ്ങനെ വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ട്രാവലിങ്ങിന് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാം. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് അഡീഷണലി കാര്യങ്ങളൊന്നും നമുക്ക് ആകുന്നില്ല, എല്ലാം തന്നെ നമുക്ക് ബാങ്കിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മേഖലയാണ് നമുക്ക് ഈ പറയുന്ന ബാങ്കിങ്. അതിപ്പം SBI ആയിരുന്നാലും നമ്മുടെ IBPSലെ ബാക്കി പബ്ലിക് സെക്ടർ ബാങ്കുകളായിരുന്നാലും ഇതുപോലെ തന്നെയാണ്. നമുക്ക് ഈ പറയുന്ന അലവൻസും കാര്യങ്ങളൊക്കെ അവിടെയും നമുക്ക് ഇതുപോലെ തന്നെയുണ്ട്. പിന്നെ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോ അലവൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. സ്പെഷ്യലി വരുന്ന അലവൻസ് അത് ഓരോ ബാങ്കിൻ്റെ കേസ് അനുസരിച്ചിട്ടിരിക്കും. ഇവിടെ SBIയുടെ കാര്യമാണ് ഞാൻ ഈ കംപ്ലീറ്റ് ആയിട്ടും ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഇതൊരു എന്താണ് സാലറി സ്ലിപ്പാണ്. ഏപ്രിൽ 2025 വന്നിട്ടുള്ള ഒരു പേ സ്ലിപ്പാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് അവർ സ്പെഷ്യലി അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി, ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോക്കിക്കേ, ബേസിക് സാലറി എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന 2025 56,480 അതായത് ഇൻക്രിമെൻറ്റും കൂടെ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് എന്താണ്, ഡിയർനെസ് അലവൻസ് 15, സ്പെഷ്യൽ അലവൻസ് 14,000, ഹൗസ് റെന്റ് അലവൻസ് 4,518, ലൊക്കേഷൻ അലവൻസ് ഉണ്ട്, അതുപോലെ ലേണിംഗ് അലവൻസ് ഉണ്ട്, എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട് 5,000 സംതിങ്, പ്രൊഫഷണൽ ടാക്സ്, കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഫണ്ട്, അതുപോലെ യൂണിയൻ അസോസിയേഷൻ മെമ്പർഷിപ്പ്. അപ്പോൾ നമുക്ക് നെറ്റ് നമ്മുടെ കയ്യിൽ നെറ്റ് സാലറി എന്ന് പറയുന്നത് 80,350 ആണ് നെറ്റ് സാലറി, അല്ലെങ്കിൽ നമ്മുടെ ഇൻഹാൻഡ് സാലറി, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ട് പോകുന്ന സാലറി, ടേക്ക് ഹോം പേ ആണ്, വീട്ടിൽ കൊണ്ട് പോകാൻ പറ്റുന്ന സാലറി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു പേ സ്ലിപ്പ് ത്രൂ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് SBI PO ചൂസ് ചെയ്യണം? അപ്പോൾ ഒന്ന് നന്നായിട്ട് പ്രിപ്പറേഷൻസ് നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു റോയൽ ആയിട്ടുള്ളൊരു ലൈഫ് തന്നെയാണ്. അപ്പോൾ ഒരു ബാങ്കിങ് മേഖലയാണ്. ബാങ്കിങ് മേഖലയിൽ നമുക്ക് എത്രയാണ്, എങ്ങനെയാണ് ആ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ അറിയാം. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ, അതായത് എന്താണ് സിലബസ് എന്നും എന്താണ് സ്കീം ഓഫ് എക്സാമിനേഷനും ഇതെല്ലാം ചേർത്തിട്ട് വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് കാണുക. നമുക്ക് ഈ പറയുന്ന SBI POയ്ക്ക് 2 ടയർ തന്നെയാണ് അവിടെ എക്സാം വരുന്നത്, അതായത് പ്രിലിംസും മെയിൻസും. അപ്പോൾ എങ്ങനെയാണോ നമ്മുടെ ബാങ്ക് എക്സാംസ് നമ്മൾ ഇത്രയും നാളും അതേ സെയിം പാറ്റേൺ തന്നെയാണ് SBI POയ്ക്കും വരുന്നത്. അപ്പം നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രിപ്പറേഷൻസ് ഒന്നുകൂടെ ഒന്ന് ബൂസ്റ്റപ്പ് ആക്കി കഴിഞ്ഞാൽ ഈ വരുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്കത് കരസ്ഥമാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വിത്തിൻ 5 months ആണ് നമുക്ക് SBI POയുടെ എക്സാം നടക്കുന്നത്. ഇനി ഒരു സമയം പോലും നമുക്ക് വേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇല്ല. അപ്പോൾ അത് അറിഞ്ഞ് തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാങ്കിങ്ങിൻ്റെ ഗോൾഡ് 1 year ബാച്ച് നമ്മൾ എൻട്രിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ 1 year ഗോൾഡ് ബാങ്കിങ് ബാച്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോഴും നമ്മുടെ IBPS ക്ലർക്കിൻ്റെ റിസൾട്ടൊക്കെ വന്ന സമയത്ത് നമുക്ക് 48+ ക്ലർക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു 1 year ബാച്ചിൽ കണ്ടിന്യൂ ചെയ്ത് ഇതിനനുസരിച്ച് നമ്മുടെ സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിച്ചു വന്ന കുട്ടികളാണ് ഈ 48+ കുട്ടികൾ വരുന്നത്. അപ്പം അത്രയും തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ബാച്ചും കൂടിയാണ് വെൻട്രിയുടെ ഗോൾഡ് ബാങ്കിങ് ബാച്ച്. അപ്പം ഇതിലേക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉപയോഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് സെഷൻസും അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ലൈവ് ക്ലാസ്സുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ ലൈവ് ക്ലാസ്സുകൾ നമുക്ക് ടോപ്പിക് വൈസ് രീതിക്കുള്ള ലൈവ് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് കഴിഞ്ഞ് നമ്മളൊന്ന് ബേസിക് ഒന്ന് ക്ലിയർ ആയി എന്ന് കാണുമ്പോഴത്തേക്കും നെക്സ്റ്റ് നമ്മുടെ ഏത് ടോപ്പിക്കിലാണ് നമ്മൾ വീക്ക് ആയിട്ട് വരുന്നത് അതിൻ്റെ ആ ഒരു സ്പെഷ്യൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ലൈവ് ത്രൂ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാ സിലബസും കംപ്ലീറ്റ് ആയിട്ട് കവറേജ് ചെയ്തിട്ട് നമ്മൾ എക്സാമിനേക്ക് നമുക്ക് പോവേണ്ടതായിട്ട് വരുള്ളൂ. അപ്പോൾ അത്രയുള്ള ടൈം നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബാച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഓൾ ത്രൂ നിങ്ങളൊരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ത്രൂ ഔട്ട് ആ ഒരു എക്സാം കഴിഞ്ഞാൽ നമ്മളൊരു ബാങ്കിങ് പോസ്റ്റിംഗ് ആവുന്നത് വരെ നമ്മൾ പറയുന്ന മെൻറ്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പിന്നെ മോക്ക് എക്സാംസ് അൺലിമിറ്റഡ് ആയിട്ട് വരുന്ന മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും കോ ടോപ്പിക് ഡിസ്കഷൻസും ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും ഡെയിലി ക്വിസുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ബാച്ച് എന്ന് പറയുന്നത് ബേസിക് തൊട്ട് എക്സ്പേർട്ട് ലെവൽ വരെ പോകുന്ന ഒരു 1 year ബാച്ചാണ്. അപ്പം ബേസിക് തൊട്ട് എക്സ്പേർട്ട് ലെവൽ എന്ന് പറയുമ്പോൾ ആദ്യം ബേസിക്സിൽ ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്യുക, അത് കഴിഞ്ഞ് പ്രിലിംസ് ഓറിയൻറ്റഡ് ക്ലാസ്സസ് പോവുക, അത് കഴിഞ്ഞ് പ്രിലിംസ് പ്ലസ് മെയിൻസ് ഓറിയൻറ്റഡ് ക്ലാസ്സസ്, അത് കഴിഞ്ഞ് മെയിൻസ് പ്ലസ്
ഇൻ്റർവ്യൂ ക്ലാസ്സസ് ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ ഇൻ്റർവ്യൂ ക്ലാസ്സിൽ എൻഡപ്പ് ചെയ്ത് നമ്മൾ ജോലിയിലേക്ക് കയറുക എന്നുള്ള ഇത്രയും പ്രോസസ് ത്രൂ ആണ് നമ്മുടെ ഈ ഒരു ബാച്ച് നമ്മൾ റൺ ചെയ്യുന്നത്. അപ്പം ഇതിൽ വരുന്ന ക്ലാസ് ഫീച്ചേഴ്സ് പറഞ്ഞാൽ ഇൻട്രാക്റ്റീവ് ലൈവ് ക്ലാസ്സുകളാണ് ഫസ്റ്റ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് നിങ്ങൾക്ക് അഡീഷണലി പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് വിഷ്വലൈസേഷൻ ബേസ്ഡ് ക്ലാസ്സസ് ചിലപ്പോൾ ചില ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്ത് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം അങ്ങനെയുള്ള വിഷ്വലൈസേഷൻ ബേസ്ഡ് ക്ലാസ്സസ് കാണും. അതുപോലെ മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓൾ ത്രൂ ഔട്ട് ആ ബാച്ച് ഉണ്ടായിരിക്കും. എക്സ്പെർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റഡി പ്ലാൻസ് ഉണ്ടായിരിക്കും. അതുപോലെ അൺലിമിറ്റഡ് ആയിട്ട് വരുന്ന മോക്ക് ടെസ്റ്റുകളും അതുപോലെ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ഇനി ഒരു സമയം പോലും നമുക്ക് വെറുതെ പാഴാക്കാനില്ല. അപ്പോൾ അടുത്ത SBI PO നമ്മൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. പഠിച്ച് നേടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റോയൽ ലൈഫ് തന്നെയാണ്. പിന്നെ ബാങ്കിങ് ഇതാവുമ്പോഴത്തേക്കും കുറച്ച് വർക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എൻവയോൺമെൻറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ഇത് വരും. പക്ഷേ എന്നാലും നമ്മൾ നോക്കുമ്പോൾ വളരെ ഒരു നല്ലൊരു ലൈഫാണ് നമുക്ക്, ഒരു റോയൽ ലൈഫ് തന്നെയാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ബാച്ചിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ബാച്ച് ഡീറ്റെയിൽസിനെ പറ്റിയും എക്സാം ഡീറ്റെയിൽസിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഈ നമ്പർ ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കാം. അപ്പോൾ അത്രയും നിങ്ങൾക്ക് എല്ലാ റീസെൻ്റ് ആയിട്ട് വരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വീഡിയോസും നന്നായിട്ട് കാണുക, കണ്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ SBI റിലേറ്റഡ് വരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടേക്കുക. അത് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്ത് പോവാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ പുതിയ കാര്യമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.